ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് ലക്ഷദ്വീപിലെത്തും. വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഓട്ടോമോട്ടീവ് വാഹന മേഖലകളിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദർശനമായ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ വച്ച് സമ്മാനിക്കും. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്, പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കർ ഉൾപ്പെടെയുള്ളവർക്ക് ഖേൽ രത്ന പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മലയാളി നീന്തൽ താരം സജൻ പ്രകാശിനെ കൂടാതെ 31 പേർക്ക് അർജുന അവാർഡും ബാഡ്മിന്റൺ പരിശീലകൻ S. മുരളീധരൻ ഉൾപ്പെടെ 5 പേർക്ക് ദ്രോണാചാര്യ പുരസ്കാരവും സമ്മാനിക്കും. ഓട്ടോമോട്ടീവ് വാഹന മേഖലകളിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദർശനമായ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തികൾക്കപ്പുറം ഭാവിയിലെ ഓട്ടോമോട്ടീവ് മേഖലയിലെ മൂല്യവർദ്ധിത ശൃംഖല സൃഷ്ടിക്കുന്നതിൽ സഹകരിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രമേയം. ഓട്ടോമോട്ടീവ് വാഹന ഗതാഗത മേഖലയിലെ സഹകരണം, സുസ്ഥിര നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം, യശോഭൂമി, ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ സെന്റർ ആൻഡ് മാർട്ട് എന്നിവിടങ്ങളിലാണ് 6 ദിവസമായി ഭാരത് മൊബിലിറ്റി എക്സ്പോ സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പ്രദർശനത്തിലും അനുബന്ധ പരിപാടികളിലും പങ്കെടുക്കും. ഈ മാസം 19 മുതൽ 22 വരെ സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ 50,000-ലേറെ ഗ്രാമങ്ങളിലെ വസ്തുക്കൾക്ക് ഭൂ ഉടമ കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വസ്തു ഉടമകൾക്കാണ് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഭൂ ഉടമ കാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഡ്രോൺ സർവേ പ്രകാരം കൃത്യമായി ഭൂമി അടയാളപ്പെടുത്തിയാണ് കാർഡുകൾ തയ്യാറാക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഭൂമി സംബന്ധമായ തർക്കം ഒഴിവാക്കുക, വസ്തുവിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമാക്കുക, നികുതി പിരിവ് കാര്യക്ഷമമാക്കുക, ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് സ്വാമിത്വ പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് ലക്ഷദ്വീപിലെത്തും. ഇന്ന് ഉച്ചയോടെ അദ്ദേഹം അഗത്തി ദ്വീപിൽ എത്തിച്ചേരും. രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ആദ്യമായി എത്തുന്ന ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ക്രമീകരണങ്ങളും സുരക്ഷാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. അഗത്ത് ദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ജട്ടിയുടെ സമീപത്തുള്ള പഞ്ചായത്ത് സ്റ്റേജിലാണ് ഉപരാഷ്ട്രപതി ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. വേദിയിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ, ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് എന്നിവരും പങ്കെടുക്കും. ഹർ നൽ സെ ജൽ പദ്ധതികളുടെ ഭാഗമായി ചേത്ലാത്ത് ദ്വീപിൽ പ്രവർത്തന സജ്ജമായ കടൽ ജലത്തിൽ നിന്നും പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളം നിർമ്മിക്കാൻ ശേഷിയുള്ള NIOTയുടെ LTTD പ്ലാന്റിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നിർവഹിക്കും. ഇതോടൊപ്പം കൽപ്പേനി ദ്വീപിൽ സജ്ജീകരിച്ചിരിക്കുന്ന നന്ദ്ഗർ അംഗൻവാടി സെന്ററിന്റെയും ഉദ്ഘാടന കർമ്മം ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഒപ്പം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള കാർഡുകളും വേദിയിൽ വിതരണം ചെയ്യും. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഈ മാസം 25, 26 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കും. കഴിഞ്ഞ ഒക്ടോബറിൽ ചുമതലയേറ്റ ശേഷം പ്രബാവോ സുബിയാന്തോയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കും. ആഗോള മേഖലാതല വിഷയങ്ങളും ചർച്ചയാകും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഇതുവരെ 841 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ഈ മാസം 10 മുതലാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. തിങ്കളാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം. അടുത്ത മാസം 5-നാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-ന് നടക്കും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റുകളിൽ BJP
മത്സരിക്കും. ശേഷിക്കുന്ന 2 സീറ്റുകൾ ദേശീയ ജനാധിപത്യ സഖ്യം ഘടകകക്ഷികളായ ജനതാദൾ യുണൈറ്റഡ്, ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് എന്നിവയ്ക്ക് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി 8ാമത് ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2026 അവസാനിക്കുമെന്നും 8ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നതോടെ പേ പാനലിന്റെ ശുപാർശകൾ സ്വീകരിക്കാൻ മതിയായ സമയം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും ഉടൻ നിയമിക്കുമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. केंद्र सरकार के सभी कर्मचारियों के लिए 8th सेंट्रल पे कमीशन को मंजूरी दे दी है. प्रधानमंत्री जी ने एक रेगुलर रिदम के साथ पे कमीशन बनाने का जो एक संकल्प लिया है, उसके हिसाब से 2016 में 7th पे कमीशन स्टार्ट हुआ था, तो 2026 में इसका टर्म कंप्लीट होता है. उससे वेल बिफोर 2025 में 8th पे कमीशन स्टैब्लिश करने से सफिशिएंट टाइम मिलेगा so that the recommendations can be received well before the completion of the period of 7th pay commission. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. ജംഷഡ്പൂരിൽ JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി 7:30 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ പഞ്ചാബ് FCയും മുംബൈ സിറ്റിയും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഐ ലീഗ് ഫുട്ബോളിൽ ഹോം മത്സരത്തിൽ ഗോകുലം കേരള നാംധാരി FCയെ നേരിടും. രാത്രി 7-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വച്ചാണ് മത്സരം. നിലവിൽ നാംധാരി പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. 8 മത്സരങ്ങൾ കളിച്ച ഗോകുലം കേരള പട്ടികയിൽ 4ാം സ്ഥാനത്തുണ്ട്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ഇന്ന് തുടക്കം. ഫെബ്രുവരി 7-നാണ് സംസ്ഥാന ബജറ്റ്. മാർച്ച് 28 വരെയുള്ള കാലയളവിൽ 27 ദിവസമായിരിക്കും സഭ ചേരുക. നയപ്രഖ്യാപനത്തിൽ മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജനുവരി 20 മുതൽ 22 വരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി 10 മുതൽ 12 വരെയും നടക്കും. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് ന്യൂഡൽഹിയിൽ വിവിധ പൌര കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. സഞ്ചാർ സാദി മൊബൈൽ ആപ്പ്, നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ, ഇൻട്രാ സർക്കിൾ റോമിംഗ് തുടങ്ങിയ സംരംഭങ്ങൾക്കാണ് തുടക്കം കുറിക്കുക. ന്യൂഡൽഹിയിലെ ഹോട്ടൽ അശോകിൽ രാവിലെ 11 മണിക്കാണ് പരിപാടി. ഇതിനോടനുബന്ധിച്ച് എറണാകുളത്തും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും GCC രാജ്യങ്ങളിലെ ജനങ്ങളും തമ്മിൽ പരസ്പര ബന്ധത്തിൽ അധിഷ്ഠിതമായ വികസനവും പുരോഗതിയുമാണ് ഇന്ത്യയുടെ ലുക്ക് വെസ്റ്റ് നയത്തിന്റെ അടിസ്ഥാന ശിലകളെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നലെ കൊച്ചിയിൽ ആരംഭിച്ച കൊച്ചി ഡയലോഗ് 2025ന്റെ ഉദ്ഘാടന ചടങ്ങിനുള്ള സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഊർജ്ജം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലത്തെ ആഴത്തിലുള്ള ബന്ധമാണ് നിലനിന്നു പോരുന്നത് എന്ന് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ GCC സെക്രട്ടറി ജനറൽ ജാസം മുഹമ്മദ് അൽ ബുഖൈവി പറഞ്ഞു. തൃശൂരിൽ ഭാരതപ്പുഴയുടെ പൈങ്കുളം ശ്മശാനം കടവിൽ 4 പേർ മുങ്ങി മരിച്ചു. ഇന്നലെ വൈകിട്ട് 5:30 അപകടം. ചെറുതുരുത്തി ഓടയ്ക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, മകൾ സറ, ഷാഹിനയുടെ സഹോദരി ചേലക്കര മേപ്പാടം ആന്ത്രോട്ടിൽ വീട്ടിൽ ഷഫാനയുടെയും ജാഫറിന്റെയും മകൻ ഫുവാദ് സനിൻ എന്നിവരാണ് മരിച്ചത്. സറ ഒഴുക്കിൽപ്പെട്ടപ്പോൾ മറ്റു 3 രക്ഷിക്കാൻ ഇറങ്ങുകയായിരുന്നു. എറണാകുളം പറവൂർ ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ചേന്നമംഗലം സ്വദേശികളായ വേണു, ഭാര്യ ഉഷ, മരുമകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വേണുവിന്റെയും ഉഷയുടെയും മകൻ ജിതിൻ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. അയൽക്കാർ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് വിവരം. സംഭവത്തിൽ അയൽവാസി ഋതു ജെയിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് ലക്ഷദ്വീപിലെത്തും. വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഓട്ടോമോട്ടീവ് വാഹന മേഖലകളിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രദർശനമായ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.